ഇതാരാ? ആകാ ഇവനാ? ഇവിടെയെങ്കിലും ആരാണ് ഇവനൊരു ചാൻസ് കൊടുക്കുക? ഞാനിപ്പോ മറന്നടിച്ച് കിടക്കുവല്ലേ, നിങ്ങളെ രക്ഷിക്കാനായി പെടപ്പാട് പെട്ടത്. നിങ്ങൾക്ക് ബോധം പോയെന്ന് വിചാരിച്ചത് ഇപ്പൊ വട്ടുവായോ? എന്താ മോളെ ഈ പറയുന്നേ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലോ, ഒക്കെ സത്യ. സാരമില്ല, ബോധങ്ങൾ തിരിച്ചു കിട്ടിയല്ലോ. രാവിലെ മുതൽ നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പൊട്ടിച്ചത്തില്ലേ? ടയർ പൊട്ടി ആരെങ്കിലും മരിക്കോ? ടയർ പൊട്ടിയെന്നോ? അപ്പൊ ഇത് സ്വർഗം അല്ലടാ. അല്ല, ഡാർജിലിംഗ്. ശരി, ബോംബ് എന്തിയെ? ടയർ മാറ്റിയപ്പോ ബോംബ് മാറ്റി. അതെന്തിനാ? അതില് ഞാനുണ്ടായിരുന്നില്ലേ? ജീവിച്ചിരുന്ന് ചെയ്തു തീർക്കാൻ ഇനിയും നിറയുണ്ട് മച്ച. അപ്പൊ ഇനി ഒരിക്കലും പൊട്ടത്തില്ലല്ലോ. എപ്പോ പൊട്ടു എങ്ങനെ പൊട്ടും ആർക്കും അറിയില്ല. പൊട്ടേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് പൊട്ടും. ആ ജഡ്ജിന് ഡാർജിലിംഗിലെ അമ്മച്ച ഡമാർ. നമ്മൾ സന്ദർശിക്കേണ്ട സ്ഥലം ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ് സാർ. നമ്മുടെ വിചാരണയ്ക്ക് അവിടെയുള്ള ലോക്കൽ പോലീസ് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കും സാർ. സാർ, ഇവരെല്ലാം അടുത്ത മലയിൽ താമസിക്കുന്നവരാ. ഇവരുടെ കൂട്ടത്തിൽ നിന്നാണ് 20ഓളം കുട്ടികളെ കാണാതായിട്ടുള്ളത് സാർ. ഡ്രെയിനേജിൽ നിന്നും കുട്ടികളുടെ അസ്ഥികൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സാർ അതിൽ ഇവരുടെ കുട്ടികളുണ്ടെന്ന് മനസ്സിലായത് സാർ. ഇവരെന്താ ഈ പറയുന്നേ? താങ്കൾ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് സാർ അവരുടെ കുട്ടികളെ കാണാതെ പോകുന്നത് കുറഞ്ഞതെന്നാണ് പറഞ്ഞത് സാർ. അതെ അതെ, നിനക്ക് ബോറടിക്കല്ലടാ? എപ്പം നോക്കിയാലും കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക. ഇതല്ലേ എന്റെ ജോലി, അതിനല്ലേ ഞാൻ വന്നത്. ശരി, അതെന്താ സെൽഫോൺ? പിന്നെ ഇത് ബ്ലൂടൂത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ബോംബാ. ബ്ലൂടൂത്ത്? അതെന്നാ? എന്റെ സെൽഫോണിൽ 4 ബട്ടൺ അമർത്തിയാ ഈ ബോംബ് പൊട്ടു. ഓ, വീണ്ടും പുതിയ കണ്ടുപിടുത്തു. ആദ്യം എവിടെ വെക്കാനാ? എനിക്ക് തന്നെ ഒരു ഐഡിയ പറ. ഞാനോ? ജഡ്ജി എവിടെ കാണും? എന്തിനാണ് എന്നെ നിന്റെ കൂടെ കൂട്ടിയോ? അങ്ങോട്ട് ഇത് പിടിക്ക്. ഈ ഗിറ്റാർ എവിടെയെങ്കിലും ഒളിച്ചു വെക്ക്. ആ ഇളയമാന്റെ ശല്യം സഹിക്കാൻ വയ്യ. അയാള് കണ്ടുപിടിക്കരുത്. ഓക്കെ, ഇതിപ്പോ തന്നെ വെള്ളത്തിൽ കളയാം. ഏയ് മുരുക, അയ്യോ, പിന്നെ വിളിച്ചു. നിന്റെ സെൽഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ നോക്കാം. ഈ ഭാഗത്തുണ്ട്. ഞാനൊരു നമ്പർ പറയാം, വിളിച്ചതാ. ശരി. 9900197072. പതുക്കെ, തെറ്റുപറ്റി ഈ നമ്പർ അമർത്തല്ലേ. റിംഗ് അടിക്കുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നേ? എടാ, ഈ അമ്മ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നീ സെറ്റ് ചെയ്ത് വെച്ച നമ്പർ അമർത്തിയാ പൊട്ടത്തില്ലേ? എന്തായാലും ഒരു 10 അടി ദൂരത്തിൽ വാ. എന്തിനാ? ഞാൻ രക്ഷപ്പെടണ്ടേ? എന്റെ ഗിറ്റാർ കണ്ടോ? കണ്ടല്ലോ. എവിടെ? കൊൽക്കത്തയിൽ. ഞാൻ ഡാർജിലിംഗിൽ കൊണ്ടുവന്നല്ലോ, അതാ ചോദിച്ചേ. അതെനിക്കറിയില്ലല്ലോ. രക്ഷപ്പെട്ടു. ഇതിനകത്തുള്ളൂ. ഇതിനകത്തോ? എന്തായാലും എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, അത് മതി. എന്ത് വലിയ റിസ്കാ എടുക്കുന്ന. എല്ലാവരും വേഗം വാ. ഇവരുടെ നാട്ടിൽ ഇന്നൊരു കല്യാണമുണ്ട്. നമ്മളെല്ലാവരും ക്ഷണിച്ചിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാം. അവരുടെ കൂടെയോ? അങ്കിൾ ബോറടിക്കുമെങ്കിൽ വേണ്ട അങ്കിൾ, പ്ലീസ്. എത്ര സ്നേഹത്തോടെ വിളിക്കുന്നേ. എല്ലാവരും പോണം. ഞാൻ വിചാരണ കഴിഞ്ഞ് അവിടെ എത്തിയേക്കാം. എല്ലാവർക്കും ലഞ്ച് അവിടെയാ. അയ്യോ, ഇനി എന്തൊക്കെയാ സംഭവിക്കുക അറിയത്തില്ലല്ലോ. ഉള്ളക്കാലം മുതൽ ഉച്ച വരെ കിടന്ന് വിറക്കുക. എന്താ മോനെ, നീ ഇപ്പൊ എങ്ങോട്ടാ? മാമ, എവിടൊക്കെ എപ്പോഴൊക്കെ വീണ്ടും ബോംബ് പൊട്ടുമെന്ന് അറിയില്ല മാമ. ഭയങ്കര വയറൊക്കെ കത്തുന്നു. രാവിലെ മുതൽ ഇൻകമിങ് നടക്കുന്നേ ഇല്ല.
പക്ഷെ ഔട്ട് ഗോയിങ് നന്നായി പോകുന്നുണ്ട്. എത്ര തന്നെ റീചാർജ് ചെയ്താലും വയറ്റിൽ ബാലൻസ് നിൽക്കുന്നില്ല. പുതിയ പുതിയ റിംഗ് ടോൺ ഒക്കെ കേൾക്കുന്നു. പോരാത്തിന് ഡോക്ടറെ വിളിച്ചപ്പോ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. എവിടെങ്കിലും പോയി തൊലയട്ടെ. എന്താന്ന്? നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സോറി മാം, എൻക്വയറി തീർന്നവരെ അയാളെ വിടാൻ പറ്റില്ല. എന്താ? കാരണം പൊട്ടിയ ബോംബ് ഇവിടെ ഗിറ്റാറിലായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ട്രെയിനിൽ ബോംബ് കൂട്ടിയ എഞ്ചിൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യൂ. എങ്ങനെയാണ് ഇങ്ങനെ ബുദ്ധിപരമായി സംസാരിക്കുന്നേ? പേടിച്ച് പറഞ്ഞു പോയതാ വിട്ടുകളാ. അതെ സാർ, ഇയാളുമായി എങ്ങനെ അങ്ങേക്ക് ബന്ധം? എന്റെ അനിയത്തി വഴിയുള്ള ബന്ധമാ. താരയെ കെട്ടാൻ പോകുന്നവൻ. എല്ലാം ഒരു തരം കടപ്പാടാ. കടപ്പാടെന്ന് വെച്ചാ ആ കുടുംബത്തിന് ഞാനൊരു ദ്രോഹം ചെയ്തു. ദാറ്റ് വാസ് 20 years back. ഒരു കാര്യമേറ്റ് പോയിട്ട് ഇവന് ഒരു വിവരവും ഇല്ലല്ലോ. എന്തും അതവനാ. എന്താടാ നീ മനസ്സിൽ വിചാരിച്ചേ? എപ്പോഴാ ഒരു തവണ മിസ്സായെന്ന് പറഞ്ഞ് അവൻ വിശ്വസിക്കും. അവിടെ നീ എന്താ ചെയ്യുന്നത്? ഹലോ, മറുപടി പറയടാ. പണം തന്നവരോട് ഞാൻ എന്തു പറയും? ഏയ് പറയടാ, എന്താടാ ഒന്നും പറയാത്തെ? ഇന്നാ കൊണ്ട് സംസാരിക്കും. ശരി ശരി, ഓക്കെ. ശരി, നീ എപ്പോ വരും? ഹലോ അപ്പാ, വേറെ ആരോ ഫോൺ എടുത്തത്? എല്ലാം പുറത്തായല്ലോ. ഇവിടെ എന്തെടുക്കുമായിരുന്നു നീ? ആരാ നീ? മുരുകൻ. അവസാനം ആരോടെ സംസാരിച്ചു? നല്ല ചോദ്യം. ഇപ്പോ കുട്ടിയോട് തന്നെ. അവസാനം ഫോണിൽ ആരോടെ സംസാരിച്ചെന്ന്? അത് നാട്ടിലെ ഫ്രണ്ട്സിനോടാ സംസാരിച്ചേ. അവരെനിക്ക് കുറച്ച് കടം മേടിച്ച് തന്നിരുന്നു. അവര് ഫോണിൽ വിളിച്ച് സെറ്റിൽ ചെയ്ത് തീർക്കാമോ എന്ന് ചോദിച്ചോണ്ടേയിരിക്കും. ശരി, അത് വിട്. ആ ഗിറ്റാർ നീയാ കൊണ്ടുപോയി കാറിൽ വെച്ചത്. ഞാനത് കണ്ടു. അതിലാ ബോംബ് ഇരുന്നത്. അതിനെന്ത് പറയും? അയ്യോ, കുട്ടികൾ എന്റെ കയ്യിൽ ഗിറ്റാർ ഒന്ന് ഒളിച്ചു വെക്കാൻ പറഞ്ഞത്. ഞാനത് കൊണ്ടുപോയി കാറിൽ ഒളിച്ചു വെച്ചു. അതില് ബോംബുണ്ടായിരുന്നോ പാമ്പുണ്ടായിരുന്നോ എന്ന് ആര് കണ്ട്? അങ്ങനെ നോക്കാൻ പോയ കുട്ടി പോലും ബോംബ് വെച്ച് എനിക്ക് ഗിറ്റാർ തന്നതായിട്ട് ഞാനും ചിന്തിക്കാമല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഫോൺ കമ്മീഷണർ കൈ കൊടുത്ത് നടന്നതൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയാം. ഒരു നിമിഷം. കുട്ടി പോലീസിന്റെ അടുത്ത് പോകുന്നതിനെ പറ്റിയൊന്നും എനിക്ക് പേടിയില്ല. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയോട് പറയാനുണ്ട്. എന്താന്ന് പറ. അത് രഹസ്യമാ. ഇവിടെ വെച്ച് വേണ്ട. പെട്ടെന്നാരെങ്കിലും വന്നാൽ കുട്ടി ടെറസിന്റെ മുകളിൽ വെയിറ്റ് ചെയ്താ ഞാൻ. കുട്ടിയുടെ ഇഷ്ടം. ശരി, വെയിറ്റ് ചെയ്യാം. വേഗം വാ. ദാ ഇപ്പൊ വരാം. എന്നടാ മോളിൽ പോയി എന്താ പറയാൻ പോണത്? പറയാൻ പോവല്ല, വേറെന്താ? അവളെ കൊല്ലാൻ പോവാ. അവളെ എന്താണ് കൊല്ലുന്നത്? അവളെന്ത് പാവാടാ? സംശയമുണ്ട്. അവളെ കൊന്ന പോലീസിന് നിന്റെ മേലെ സംശയം വരും. അവളെ ആത്മഹത്യ ചെയ്യാൻ പോവില്ല. അവളെന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അവൾ ചെയ്തതല്ലേ പോലീസ് കണ്ടുപിടിച്ചത്. എന്ത് കണ്ടുപിടിച്ചു? ഗിറ്റാറിനകത്ത് ബോംബ് വെച്ചത്. അവളെന്തിനാ ഗിറ്റാറിനകത്ത് ബോംബ് വെക്കുന്നത്? ജഡ്ജിനെ കൊല്ലാൻ. ജഡ്ജിനെ എന്തിനാ അവള് കൊല്ലുന്നത്? CBI കേസ് നടത്തുന്നില്ല. ആ ഫയൽ ക്ലോസ് ചെയ്യാൻ. അവളെന്തിനാ ഫയൽ ക്ലോസ് ചെയ്യുന്നത്? എതിരാളികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അവളെന്തിനാ കാശ് അവളുടെ അച്ഛന്റെ കൂടെ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അയ്യോ, അപ്പൊ എമൗണ്ട് 3 കോടി. അപ്പൊ പണം എവിടെ? അവളെ ലവറിനോട് ചോദിക്കണം. ലവർ എവിടെ? CBI കണ്ടുപിടിക്കണം. CBI എന്തിനാ? എന്താ പിന്നെ ആദ്യം മുതൽ പറയുന്നേ? അയ്യോ, പണി കയറുമ്പോ പോലും എനിക്ക് തല കിട്ടുന്നല്ലോ. അല്ലാതെ കിട്ടുന്നു. എടാ അതെങ്ങനെയാടാ 10 മണി കയറുന്നതിനുള്ളിൽ 100 തവണ ഉണ്ടാക്കി. നിന്നെ കണ്ടാലേ എനിക്ക് പേടിയാ. ഇവിടെയല്ല, അവിടെ. എന്താണെങ്കിലും ഇപ്പൊ പറ വേഗം. അവിടെയാ, ഒന്നകത്തുവാ. ഇതൊക്കെ ആരാ? ഞങ്ങളുടെ കുടുംബ ഫോട്ടോ. ചെറുപ്പത്തിലെടുത്തതാ. ഇത് ചെറിയ വയസ്സിൽ ഓടിപ്പോയ മാധവൻ. എന്താ? ആ മാധവൻ ഞാനാണ്. മാധവൻ നീയോ? അതെ, ഞാനാണ്. നല്ലവണ്ണം ആലോചിക്കേ. എൻ്റെ അച്ഛനെ ഞാൻ തന്നെ കൊല്ലാൻ നോക്കൂ? നല്ലവണ്ണം ആലോചിച്ച് പോലീസിനോട് പറഞ്ഞു. എടാ, നീ നമ്മുടെ ജഡ്ജി അദ്ദേഹത്തിന്റെ മകനാ?
ചുമ്മാ എന്ത് സ്റ്റൈലായിട്ടിരുന്ന കാഴ്ച കാണുന്നത് നോക്ക്. കൂടെ നിന്ന് പെട്ടെന്ന് ഒരു കല്ലെടുത്ത് കെട്ടുന്നതിന് എന്തിനാ ചോദിക്കുന്നേ? അത് കേട്ടോ? Yes. അതെങ്ങനെയാണോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നേ? ശരി, കല്ലെന്തിനാ കെട്ടുന്നത് അത് പറ. വെള്ളത്തിൽ ചാടിയതിനു ശേഷം മനസ്സ് മാറി നീന്തിക്കയറി രക്ഷപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി കല്ല് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ LKG പിള്ളേരൊക്കെ അറിയാം. നീ ഒരു കൊലയാളിയല്ലേ, ഞാൻ ചാകുന്നതിന് വിഷമിക്കില്ലല്ലോ. ആരാ മലയാളം സംസാരിച്ചത്? ആരാ മലയാളം സംസാരിച്ചത്? ഞാനാ. നിങ്ങൾ മലയാളിയാ? അതെ. നിങ്ങൾക്ക് 100 ആയിസാ. ഓടാ, 100 ആയതാണെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ശരി, ഇപ്പൊ എനിക്കെന്താ വേണ്ടേ? എനിക്ക് ഹൗറ ബ്രിഡ്ജ് എവിടെയാണെന്ന് അറിയണം സാർ. നമ്മൾ തുടങ്ങിയ പോലെ തുടങ്ങുന്നല്ലോ. ആട്ടെ, അതെന്തിനാ അറിയുന്നത്? എന്റെ അളിയൻ അവിടെ വരാൻ പറഞ്ഞതുകൊണ്ടാ. ഞാൻ നിന്നെ കൊല്ലണമെങ്കിൽ വേഗം പൊക്കോ. നല്ല ചൂടിലാണല്ലോ, ഒരു ചായ കുടിക്കാൻ സാർ. അയ്യോ, ഇതും അങ്ങനെ തന്നെ. എടോ, എനിക്ക് ചായ കുടിക്കുന്ന പതിവില്ല. ഒന്ന് പോ. അതെ, ആ ജിഗിർദന്ത ദൂത്. ഓരോന്ന് പറഞ്ഞില്ല,